ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 നൂലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു ഡാർക്ക്, അതിനേക്കാളും ശകലം ലൈറ്റ്, അതിനേക്കാളും ലൈറ്റ് കളർ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് നൂലെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്. അതായത് 3 നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തുടങ്ങിയിട്ട് അടുത്ത ലൈനിൽ എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകണം. സാറ്റിൻ സ്റ്റിച്ചിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വരുന്നത്. ആദ്യത്തെ ഷോർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തു, പിന്നെ അടുത്തത് ലോങ് ആയിട്ട്. വീണ്ടും ഷോർട്ട്. ചേർത്ത് വേണം, ഗ്യാപ്പ് കാണാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് ആദ്യം ഇത്രയാണ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത നൂലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം തുടങ്ങി ആദ്യത്തെ സ്റ്റിച്ച് എൻഡായ സ്ഥലത്തിലേക്ക് വരെ പോകും. ബാക്കിലോട്ട് വന്നിട്ട് സെക്കൻഡ് നമ്മുടെ ലോങ് സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ നിന്ന് ഷോർട്ട് സ്റ്റിച്ചിലും ബാക്ക് പോയിട്ട് ലോങ് സ്റ്റിച്ചിലുമായിട്ട് അങ്ങനെ മാറി മാറി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ, ഗ്യാപ്പ് പാടില്ല. ഇങ്ങനെ നമുക്കിത് മുഴുവൻ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശകലം താഴ്ത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവരണം. വീണ്ടും അതേ പ്ലേസിൽ തന്നെ തിരിച്ചു വരണം. എന്നിട്ട് ഇവിടെ വീണ്ടും ബാക്ക്, അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇങ്ങനെ മാറി മാറി ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.